പിച്ചാന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു. അപ്പോൾ സമയം 2:23. ഹലോ, ഇന്ന് നമ്മൾ പോണത് കുറച്ച് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനാണ്. അതിനു മുമ്പ് വെൽക്കം ബാക്ക് ടു സാനാർട്ടി. നമുക്കിന്ന് ചെയ്യാനുള്ളത് ഒരു ബേബി ഹാമ്പർ, ട്രോളി ഹാമ്പർ, ബർത്ത്ഡേ കാർഡ് സെറ്റ്, ബർത്ത്ഡേ ഹാമ്പർ, ദെൻ 2 A5 ഫ്രെയിംസ്. ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ഈ ഒരു ബേബി ഹാമ്പർ ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് പ്രിന്റ് എടുക്കാനുണ്ട്, ഹാമ്പറിൽ ഇൻക്ലൂഡ് ചെയ്യാനുള്ള ഒരുപാട് ഐറ്റംസ് പർച്ചേസ് ചെയ്യാനുണ്ട്. രാവിലെ ഒരു 10-10:30 ആകുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. വൈകുന്നേരം ഒരു 3-3:30 ആയിട്ടുണ്ടാവും ഞാൻ വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ. ഒരു 1 മണിയൊക്കെ ആകുമ്പോഴേക്കും വീട്ടിൽ തന്നെ തിരിച്ചെത്തും എന്ന് പറഞ്ഞിട്ടാണ് അനിയത്തിയും കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. എനിവേ, അതൊക്കെ പോട്ടെ. പിന്നെ ഞാൻ ഒരു 7 മണി 7:30 ആയ സമയത്ത് വർക്ക് ചെയ്യാനായിരുന്നു. ഇന്നലെ കംപ്ലീറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചൊരു വർക്കായിരുന്നു. കസ്റ്റമറുടെ ചേച്ചിയുടെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെയ്തായിരുന്നു. ഇതിൽ നമുക്ക് ചെറിയൊരു പണി കിട്ടിയിട്ടുണ്ട്. അതെന്താണെന്ന് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. ഫോം ബോർഡ് യൂസ് ചെയ്തിട്ടാണ് ഈ ഒരു ഹാമ്പർ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഡ്രസ്സൊക്കെ വെക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ സ്പ്രേ പെയിൻറ് അടിക്കണ്ട വിചാരിച്ചതാണ്. കാരണം മുമ്പൊരിക്കൽ പണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കാർ സ്റ്റോക്ക് വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. കുറച്ച് മുന്നേ ഞാൻ ഒരു ടീഷർട്ടിൻ്റെ ഹാമ്പർ ചെയ്തിരുന്നു. അതിനവിടെ സൈഡിൽ കൊടുക്കുന്നുണ്ട്. അതിൽ ഞാൻ സ്പ്രേ പെയിന്റ് ഒക്കെ അടിച്ചതിന് ശേഷം ഡ്രൈ ആയതിനു ശേഷം അതിൽ ഡ്രസ്സൊക്കെ വെച്ചിട്ട് ഫോട്ടോസൊക്കെ എടുത്തു, കസ്റ്റമറിന് അയച്ചു കൊടുത്തു. അവർക്കും ഓക്കെ ആയി, എനിക്കും ഓക്കെ ആയി. അതങ്ങനെ വെച്ചിട്ട് ഞാൻ പോയി. പിറ്റേ ദിവസം ഞാൻ വന്ന് നോക്കുമ്പം ആ ടീഷർട്ട് അതിൽ നിന്ന് എടുക്കാൻ നോക്കുമ്പോൾ കിട്ടണില്ല. ഈ ടീഷർട്ടിന്റെ ബാക്കിലൊക്കെ ഉണ്ടാവുന്ന ഈ സ്റ്റിക്കേഴ്സ് ഇല്ലേ, അത് അവിടെ പെയിന്റ് ആയിട്ട് ഫോം ബോർഡ് ആയിട്ട് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തിരിക്കാന്ന്. പക്ഷെ അതിനെ പറിച്ചെടുത്തപ്പോൾ ടീഷർട്ട് ചെറുതായിട്ടൊന്ന് ഡാമേജ് ആയി. അങ്ങനെ ഉള്ള ലാഭത്തിന് ഞാൻ ഒരു ടീഷർട്ടും വാങ്ങി. അങ്ങനെ കസ്റ്റമറെ ഹാപ്പി ആക്കി വിട്ട്. സോ അതുകൊണ്ട് തന്നെ ഇതിൽ ഞാൻ സ്പ്രേ പെയിന്റ് യൂസ് ചെയ്തിട്ടില്ല. പകരം കാർഡ് സ്റ്റോക്ക് ഇങ്ങനെ ചാർട്ടില്ല, കട്ടിയുള്ള ചാർട്ട് വെച്ചിട്ടാണ് ഇത് ഫോം ബോർഡ് കവർ ചെയ്തിട്ടുള്ളത്. പക്ഷേ ആ ഒരു ടീഷർട്ട് ഇപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ആൽബം നിങ്ങൾ കണ്ടോ, നമ്മളെ വാലറ്റ് ആൽബം അല്ലേ, അതിന്റെ ബേസ് എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെയാണ് ഈ ഒരു ആൽബത്തിന്റെയും ബേസ് നമ്മൾ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിന്റെ ഈ ഫ്രണ്ട് കണ്ടോ, കവർ പേജ് കണ്ടോ, ഒരു കുഞ്ഞു കാലൊക്കെ ഇങ്ങനെ പുറത്തേക്ക് പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന രൂപത്തിലാണ് നമ്മൾ ഇതിന്റെ കവർ പേജ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഹാമ്പറിൽ നമ്മൾ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് ഒരു ഡ്രസ്സ്, മിനി ആൽബം, ഒരു സോഫ്റ്റ് ടോയ്, പിന്നെ എന്റെ വക ഞാനൊരു മിനി ഫ്രെയിം കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. കസ്റ്റമർ പറഞ്ഞ ഐറ്റംസ് ഒക്കെ വെച്ച് നോക്കിയിട്ടും കുറച്ച് സ്പേസ് ബാക്കി ഉണ്ടായപ്പോൾ ഞാൻ ആഡ് ചെയ്തതാണ് ഈ മിനി ഫ്രെയിം. 4x4 ഇഞ്ചിൽ വരുന്ന ഒരു മിനി ഫ്രെയിം ആണ്. സത്യം പറയാലോ, ഈ ഒരു ആൽബം എനിക്ക് നല്ലപോലെ ഇഷ്ടമായി. ഞാനതൊരു വെൽവെറ്റ് ഒക്കെ വെച്ചിട്ടാണ് കവർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ആൽബത്തിൽ നമ്മൾ 12 ഫോട്ടോസാണ് വെച്ചിട്ടുള്ളത്. ഓരോ മാസത്തിലും ഓരോ ഫോട്ടോ എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ കസ്റ്റമറിന് അവരുടെ ആ ഫോട്ടോ ഏത് മാസമാണ്, കറക്റ്റ് ഏത് മാസത്തെ ഫോട്ടോ ആണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് എന്നോട് പറഞ്ഞു ക്യാപ്ഷൻസ് ഒന്നും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. അപ്പോൾ ഞാൻ 12 ഫോട്ടോസ് ഇങ്ങനെ എനിക്ക് തോന്നി ആദ്യമായിരിക്കും കുട്ടിയുടെ ഫേസ് കണ്ടിട്ട് നമുക്ക് മനസ്സിലാവുമല്ലോ, ഇങ്ങനെ അത് വെച്ചിട്ട് നോക്കിയിട്ടാണ് ഈ ഒരു ആൽബം സെറ്റ് ചെയ്തിട്ടുള്ളത്. നൈറ്റ് ഒരു 10-10:30 ആയപ്പോൾ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിന്റെ ഔട്ട് ഞാൻ ലാസ്റ്റ് കൊടുക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ഞാൻ ഇതിന്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത സമയത്ത് ഞാൻ ഒരു ഹാമ്പർ കൂടി സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഇതും കൂടി ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയാലേ വീഡിയോ ഭയങ്കര ലെങ്തി ആയി പോകും. അതുകൊണ്ട് ഞാൻ അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല. അതൊരു ബർത്ത്ഡേ ഹാമ്പർ ആണ്. കുറച്ച് ഐറ്റംസ് ഒക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു ബർത്ത്ഡേ ഹാമ്പർ ആണ്. ഞാൻ പറഞ്ഞില്ല ചെറുതായിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട് എന്ന്. അതെന്താ വെച്ചാൽ ഫസ്റ്റ്, അതായത് ഓർഡർ ഒക്കെ കൺഫേം ആയി ആ ഒരു സമയത്ത് കസ്റ്റമർ നമുക്ക് ഡീറ്റെയിൽസ് അയച്ചു തന്നപ്പോൾ, അതായത് ബേബിയുടെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തന്നപ്പോൾ ഡേറ്റ് ഓഫ് ബർത്തും നെയിമും അയച്ചു തന്ന സമയത്ത് ഡേറ്റ് ഓഫ് ബർത്ത് 4th January 2025 ആയിരുന്നു. പക്ഷേ ശരിക്കും ആ കുട്ടി ജനിച്ച ദിവസം 3rd January 2025 ആണ്. നമ്മളുടെ മിസ്റ്റേക്ക് അല്ല, അവർ ഡീറ്റെയിൽസ് അയച്ച സമയത്ത് ഉണ്ടായ മിസ്റ്റേക്ക് ആണ്. അത് ഞാൻ 4th January 2025 ചെയ്തു കൊടുത്തു. അപ്പോൾ പ്രിവ്യൂ അയച്ച സമയത്താണ് 3rd ആണ് ബർത്ത്ഡേ എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കെന്നും എനിക്ക് പുതിയൊരു പ്രിന്റ് എടുത്ത് അത് സ്റ്റിക്ക് ചെയ്യാനുള്ള സമയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇന്ന് തന്നെ അത് കൊറിയർ ചെയ്യണമായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇതേപോലെ ചെയ്തിട്ടാണ് കസ്റ്റമറിന് ഓക്കെ ആയി. അപ്പോൾ അവരുടെ മിസ്റ്റേക്ക് ആണ്, അത് അവർ ഓക്കെ പറഞ്ഞു. എന്നിട്ട് ഇത് ഇങ്ങനെ ചെയ്തിട്ടാണ് കൊടുത്തിട്ടുണ്ടായത്. ആ 2 ഹാമ്പേഴ്സും ഞാൻ ഇന്ന് തന്നെ കൊറിയർ ചെയ്തിട്ടുണ്ട്. DTDC സർവീസ് ആണ്. അപ്പോൾ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാം. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ചെക്കൗട്ട് ചെയ്യാത്തവർ അതൊന്ന് പോയി ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അടുത്ത വീഡിയോ കാണാം. ബൈ.